പിന്നെയും പൊളിമിക്സ് ആണ്. ഏവർക്കും സ്വാഗതം. വിപ്ലവം ജനങ്ങളുടെ ഉത്സവമാണ് എന്നെല്ലാം പണ്ട് കാൽപ്പനികരായ ഏതോ കമ്മ്യൂണിസ്റ്റുകാർ തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട്. അവരത് അങ്ങനെ തന്നെ പറഞ്ഞു വെച്ചിട്ടുമുണ്ട്. കാലം മാറി. ഇനിയിപ്പോൾ വിപ്ലവം വരും എന്ന് കരുതി കാത്തിരിക്കാനാവില്ല. എന്നുവെച്ച് ജനത്തിന് ഉത്സവം വേണ്ട എന്ന് വെക്കാനാവില്ലല്ലോ. വിപ്ലവാചാര്യനായ VS അച്യുതാനന്ദൻ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിച്ച ഈ ഉത്സവം കുട്ടനാട്ടിൽ നിന്നാണ്. ശ്രീ തോമസ് ചാണ്ടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കുട്ടനാട്ടിലെ സ്ഥാനാർത്ഥി. ആരാണ് ഈ തോമസ് ചാണ്ടി എന്നല്ലേ? സാങ്കേതികമായി പറഞ്ഞാൽ കുട്ടനാട്ടിലെ സിറ്റിംഗ് MLA ആണ്. എന്നാൽ അതുമാത്രമല്ല, അദ്ദേഹം MLA ആകുന്നതിന് മുമ്പ് തന്നെ സ്വന്തം വരുമാനം കൊണ്ട് പാവപ്പെട്ടവരെ സഹായിക്കുന്നതിൽ മുൻനിന്ന് പ്രവർത്തിച്ചിട്ടുള്ളയാളാണ്. വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വാങ്ങുന്നതിന് സഹായിക്കുക, ഫീസ് നൽകുന്നതിന് സഹായിക്കുക, കേറിക്കിടക്കാൻ ഇടമില്ലാത്തവർക്ക് വീട് വയ്ക്കുന്നതിന് സഹായിക്കുക എന്നിങ്ങനെ ഒട്ടേറെ സാമൂഹ്യ സേവനങ്ങൾ നടത്തിയിട്ടുള്ള പ്രമുഖനായ ഒരു മാന്യനായിരുന്നു. പിണറായി സഖാവ് മറ്റൊരു വ്യവസായിയെ പറ്റി പറഞ്ഞതുപോലെ മനുഷ്യമുഖമുള്ള മുതലാളിയാണ്. ഈ കുട്ടനാട്ടിലെ ജനങ്ങൾ വെള്ളപ്പൊക്കത്തിൽ മുങ്ങുന്ന സന്ദർഭത്തിലും അല്ലാത്ത അവസരത്തിലുമെല്ലാം അവരുടെ കൂടെ നിന്ന് സഹായ ഹസ്തങ്ങൾ നീക്കി നൽകിയിട്ടുള്ള ഒരു മാന്യനാണെന്ന് ഞാൻ നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ടതായിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് തോമസ് ചാണ്ടിയെ കുട്ടനാട്ടിൽ പിന്നെയും മത്സരിപ്പിക്കാൻ VSന്റെ മുന്നണി തയ്യാറാകുന്നത്. അങ്ങനെയുള്ളയാളിനെയാണ് 1996 നിയമസഭയിലേക്കുള്ള മത്സരത്തിലും കുട്ടനാട്ടിൽ നിന്ന് നിങ്ങളുടെ പ്രതിനിധിയായി തെരഞ്ഞെടുക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിശ്ചയിച്ചിരിക്കുന്നതെന്നുള്ള കാര്യം സന്തോഷസമേതം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. 1996 തിരഞ്ഞെടുപ്പിൽ എന്ന് VS പറഞ്ഞെങ്കിലും 2016 അദ്ദേഹം നിൽക്കുന്നത് എന്ന് കുട്ടനാട്ടുകാർക്കറിയാം. നാക്കുപിഴയൊന്നും തിരുത്തേണ്ട കാര്യമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മിടുക്കനായ സ്ഥാനാർത്ഥി തോമസ് ചാണ്ടിക്ക് ഇങ്ങനെ വിലയേറിയ വോട്ട് നൽകി അദ്ദേഹത്തെ വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അടുത്ത കാലത്തായി VS പ്രസംഗങ്ങൾ എഴുതി വായിക്കുന്നതിന് പിന്നിലെ രഹസ്യം ഇപ്പോഴാണ് പൊളിമിക്സിന് മനസ്സിലായത്. അത് പാർട്ടി ലൈനിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കാൻ ഔദ്യോഗിക നേതൃത്വം എഴുതി കൊടുക്കുന്നതൊന്നുമല്ല. അല്പസ്വല്പം ഓർമ്മക്കുറവ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഓർത്തു നോക്കിയാൽ അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. 80 വർഷത്തിലേറെയായല്ലോ VS ഈ പണി തുടങ്ങിയിട്ട്. അത് തുടങ്ങിയത് തന്നെ കുട്ടനാട്ടിൽ നിന്നാണ്. VSന്റെ ഈ പ്രസംഗ ശൈലിയുണ്ടല്ലോ, നീട്ടിക്കുറിക്കുള്ള ഈ ശൈലി, ഇതിങ്ങനെയാവാൻ കാരണം തന്നെ
അദ്ദേഹം കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളെ കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിച്ച് ശീലിച്ചതുകൊണ്ടാണ്. അന്നേ ചെറുപ്പത്തിൽ 1940-കളിൽ കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ സഹ പി കൃഷ്ണപിള്ളയാൽ നിയോഗിച്ച ഒരു എളിയ പ്രവർത്തകനായിരുന്നു ഞാൻ. ഇവിടെ വന്നതിന് ശേഷം കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ചു, കൃഷിക്കാരെ സംഘടിപ്പിച്ചു, കുട്ടനാട്ടിലെ മർദ്ദിത ജനവിഭാഗങ്ങളെ ആകെ സംഘടിപ്പിച്ചു. അങ്ങനെ കായൽ രാജാവായ മുരുക്കനും മങ്കൊമ്പനും അതേപോലുള്ള ആളുകൾക്കെല്ലാം എതിരായി തൊഴിലാളികളെയും കൃഷിക്കാരെയും സംഘടിപ്പിച്ചുകൊണ്ട് 1957 EMS ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ ഭൂപരിഷ്കാര നിയമം നടപ്പിലാക്കി. ആ സർക്കാരും അതിന്റെ ഐതിഹാസികമായ നടപടികളും ആധുനിക കേരളത്തിന് അടിത്തറയിട്ടു എന്നും ഒരു വിശ്വാസമുണ്ട്. കൃഷിക്കാർക്ക് കൃഷിഭൂമിയുടെ ഉടമസ്ഥാവകാശം ലഭിച്ചത്, കർഷക തൊഴിലാളികൾക്ക് കിടപ്പിടത്തിന്റെ ജന്മാവകാശം ലഭിച്ചത്, അങ്ങനെയുള്ള വൻപിച്ച മാറ്റങ്ങൾക്ക് ചാലുകീറാൻ ഒരു പരിധിവരെ എന്റെ എളിയ പ്രവർത്തനങ്ങൾ കഴിഞ്ഞിരുന്നു എന്നുള്ള കാര്യം ആ ആദ്യകാലത്തെ അനുഭവങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ സൂചിപ്പിക്കുകയാണ്. അതൊക്കെ 1957 തന്നെ നടത്തിയെടുത്തതുമാണ്. 10-60 കൊല്ലങ്ങൾ കഴിഞ്ഞു. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇപ്പോഴും കുട്ടനാട്ടിൽ കായൽ രാജാക്കന്മാരായ മുരിക്കന്റെയും മങ്കൊമ്പ് സ്വാമിമാരുടെയും പുതിയ അവതാരമായ കുവൈത്ത് ചാണ്ടിയെ പോലെ ഒരാളെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കേണ്ടി വന്നു എന്നതാണ് മനസ്സിലാവാത്തത്. ഇതിനായിരുന്നോ സഖാവെ ഒരായുസ് പാഴാക്കിയത്? കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ ചാണ്ടിക്കെതിരെ മത്സരിച്ച് തോറ്റയാളും വന്നിട്ടുണ്ട്. ഞാനും തോമസ് ചാണ്ടിയും തമ്മിൽ വ്യക്തിപരമായ ഒരു അനിഷ്ടവുമില്ല. എന്താ അനിഷ്ടമാണുള്ളത്? അതേ MLA ആയി മത്സരിക്കുവാൻ ആവാൻ വേണ്ടി മത്സരിക്കുന്നു, ഞാൻ MLA ആയി മത്സരിക്കുവാൻ തീരുമാനിക്കുന്നു, ജനങ്ങൾ വോട്ട് ചെയ്യുന്നു. അതിനപ്പുറം വ്യക്തിപരമായി എന്ത് അലോഹ്യമാണ് ഉണ്ടാകേണ്ടത്? എനിക്ക് അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ നിലയിലുള്ള ഒരു വ്യക്തിപരമായ അകൽച്ചയും ഞങ്ങൾ തമ്മിൽ ഉണ്ടാവേണ്ട കാര്യമില്ല, ഉണ്ടായിട്ടുമില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഈ വോട്ടർമാരെ, കുട്ടനാട്ടിലെ വോട്ടർമാരെ തെരഞ്ഞെടുപ്പിൽ പ്രലോഭിച്ച് വോട്ടുകൾ നേടിയെടുക്കുവാൻ കഴിയുമെങ്കിൽ ഞാൻ പറയട്ടെ, ആ മോഹം, ആ വെള്ളം അങ്ങ് വാങ്ങി വെക്കാൻ മതി. ആ വെള്ളം വാങ്ങിവെച്ച സ്ഥിതിക്ക് പൊളിമിക്സ് ഒരിടവേളയിലേക്ക് കടക്കുകയാണ്. അത് കഴിഞ്ഞാൽ പാർട്ടികളും മുന്നണികളും ഉണ്ടായി വരുന്നതെങ്ങനെ എന്നു കാണാം.